ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ ശരിക്കും തിരക്കാവാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഈ ക്രിസ്മസിനൊരു പ്രത്യേകതയുണ്ട്. ഈ ക്രിസ്മസിന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ ജനിക്കുന്നു, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ണീശോ ജനിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തൊട്ട് ഈ ഉണ്ണീശോയെ ഒരു കുഞ്ഞു ആവിയായിട്ട് നമ്മുടെ കൂടെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ണീശോയ്ക്ക് ഫുഡ് കൊടുക്കണം, ഉണ്ണീശോയെ കുളിപ്പിക്കണം, ഉണ്ണീശോയുടെ കളിക്കണം. നമുക്ക് ഒത്തിരി പരിപാടിയുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഇത് എൻ്റെ കൂടെ എന്നെ ആദ്യകുർബാനയ്ക്കൊരിക്കൽ ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞു തന്നാണ്. അപ്പോൾ അന്നോട്ട് ഞങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നു. ചോറുണ്ടുമ്പം പകുതി പോഷൻ മാറ്റി വെക്കും. എന്നിട്ട് പകുതി കഴിച്ച് കഴിയുമ്പോൾ ചോദിക്കും, ഉണ്ണീശോയെ ബാക്കി ഞാൻ കഴിച്ചോട്ടെ. ഉണ്ണീശോ കഴിച്ചോളാൻ പറയും. അപ്പോൾ നമ്മൾ കഴിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കുകയാണെങ്കിലും അതിൻ്റെ പകുതി ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുമ്പം ഉണ്ണീശോയുടെ മിണ്ടിക്കൊണ്ട് നടക്കാം, ഉണ്ണീശോയെ കുളിപ്പിക്കാം, ഉണ്ണീശോയുടെ കൂടെ കളിക്കാം. പരീക്ഷ എഴുതുമ്പോൾ ഉണ്ണീശോയെ വിളിക്കാം. ഉണ്ണീശോ കുഞ്ഞല്ലേ, അപ്പോൾ നമ്മുടെ ഡെസ്കിൽ കയറിയിരുന്ന് നമ്മുടെ പേന പിടിച്ചൊക്കെ എഴുതിത്തരാം ഉണ്ണീശോയ്ക്ക് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും കടന്നു വരാൻ ഉണ്ണീശോയ്ക്ക് പറ്റും. അപ്പോൾ അത് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈശോയിലേക്ക് അടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു കുഞ്ഞു ഉണ്ണീശോയാണിത്. ആ ഉണ്ണീശോ എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ഇപ്പം എനിക്കൊരു കുഞ്ഞാവയുണ്ട്. അപ്പം ആ കുഞ്ഞാവയ്ക്ക് ഓരോ കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഉണ്ണീശോയെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, നമുക്ക് ഏത് ജീവിത സാഹചര്യത്തിലും കൊച്ചേസേപ്പുണ്യ ജീവിതത്തിൽ 3 മിനിറ്റ് പോലും ഏറ്റവും കൂടുതൽ സമയം ഈശോയെ മറന്നത് 3 മിനിറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഈശോയെ മറന്നു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈശോയെ മറന്നു പോകാതിരിക്കാൻ ഏത് പ്രായത്തിലുള്ള ഈശോ വേണം നമുക്ക് കൂടെ കൂട്ടാം. അപ്പോൾ ഉണ്ണീശോയെ നമുക്ക് കൂടെ കൂട്ടുകയാണെങ്കിൽ ഉണ്ണീശോ നമുക്ക് ഒട്ടും സമയം വെറുതെ തരത്തില്ല. നല്ല കുറുമ്പുമായിട്ട് നമ്മുടെ കൂടെ നടക്കുമ്പോൾ എപ്പോഴും കുസൃതി കാണിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ണീശോയെ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ ഈശോടൊപ്പം ആയിരിക്കാം. അവൻ വളരുകയും നാം കുറയുകയും വേണമെന്ന് വചനമില്ലേ? അതായത് നമ്മൾ ഉണ്ണീശോ ഒരു വിത്തായിട്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ജനിക്കുമ്പം ആ ഉണ്ണീശോ നമ്മിൽ വളരട്ടെ. നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ ഒക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ നമ്മൾ കുറഞ്ഞിട്ട് ആ ഈശോ നമ്മൾ വളരട്ടെ. ഈശോയെ എനിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ചരിത്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഹാപ്പി ക്രിസ്മസ്.